ശ്രീ ബിനു ജോബ് കുഴിമണ്ണിൽ. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഭാപാലായനം. നമുക്കറിയാം, ഇവിടുത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സീറ്റുകൾ യഥേഷ്ടം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ പഠിച്ചിരിക്കുന്നവരിലാകട്ടെ നല്ല ശതമാനം തൊഴിൽക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവർക്ക് നിർദ്ദേശമുണ്ടാക്കുവാനും വേണ്ടി നമ്മൾ വിവിധ ഏജൻസികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും അവയുടെ നടപടികളും വിലയിരുത്തുവാൻ സമഗ്രമായ ഒരു അക്കാദമിക് ഓഡിറ്റ് സർക്കാർ തലത്തിൽ ഉണ്ടാകുമോ? സർ, തീർച്ചയായും വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും അവിടുത്തെ തൊഴിൽ സാധ്യതകൾ വളർത്തിയെടുക്കുന്നതിനുമൊക്കെയായിട്ടുള്ള കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമായിട്ടുണ്ട്. സമഗ്രമായ പരിഷ്കാരങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അത് വിശദമായി ചർച്ച ചെയ്ത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സർ, നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾ സ്വന്തം വീടും പുരയിടവും ഒക്കെ തന്നെ പണയം വെച്ച് നമ്മുടെ മക്കളെ അന്യ സംസ്ഥാനത്തും അന്യരാജ്യങ്ങളിലും വിടുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ആകർഷിക്കുവാൻ എന്ത് നടപടിയെടുക്കും? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നോളജ് എക്സ്പ്ലോഷൻ്റെ കാലഘട്ടമാണെന്നും ഈ മേഖലയിൽ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യുമെന്നും പുതിയ അക്കാദമിക് പ്രോഗ്രാംസ് ഉണ്ടാക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ടും സാധ്യതയും ഒക്കെ എന്തായിരിക്കും സർ? മിനിസ്റ്റർ, പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞതുപോലെ. കേരളത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കുള്ള ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അത് ഫലപ്രദമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോയി പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിന് പുറത്ത് ഏതൊരു നഗരങ്ങളിൽ പോയാലും, ഇപ്പോൾ ബാംഗ്ലൂരിലായാലും ചെന്നൈയിലായാലും മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്കല്ല, മറ്റ് കോയമ്പത്തൂരിലോ അല്ലെങ്കിൽ മൈസൂരിലോ പോലും ഒരു ക്ലാസ് റൂമിൽ പോയി നോക്കിയാൽ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ അവിടെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കാണാൻ സാധിക്കും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു ശരാശരി ക്ലാസ് മുറി പരിശോധിച്ചാൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇത് സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നതിന് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായി പരിശോധിച്ച് ആ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ തന്നെ ഒരുക്കുവാനുള്ള ഒരു നടപടി അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കേരളത്തിന് പുറത്തുനിന്ന് വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ഉൾപ്പെടെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് സർക്കാർ ആലോചിക്കുന്നത്.